ഹലോ. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പേയ്മെന്റ് എൻട്രി നിങ്ങൾ കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് വന്നു. ഇപ്പോൾ ഇത് എക്സാമ്പിൾ ആണ്, ഇത് ഓൾറെഡി പെയ്താണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കൃഷ്ണൻ കെയർ ഓഫ് കണ്ണൻ എന്നുള്ള അവരുടെ പിന്നെ ജേർണലാണ്. ഇപ്പോൾ കസ്റ്റമർ വന്നതിനാൽ നിങ്ങൾ കസ്റ്റമർ ലിസ്റ്റ് പോയിട്ട് കസ്റ്റമർ കെയർ കൃഷ്ണൻ ലെഡ്ജർ എടുത്ത് നോക്കും. എന്നിട്ട് കമ്പനി എക്സാമ്പിളിൽ ക്ലിക്ക് ചെയ്യും അല്ലേ. നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7,608 ബാലൻസ് കിട്ടും. ബേസിക്കലി ഈ പറഞ്ഞ കസ്റ്റമറിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് അലോട്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഏത് മുതൽ ഒരു മാസം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതായത് ഇയാൾ ഇവിടെ 6-ാം മാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6-ാം മാസത്തിന് ശേഷം അതായത് 3/7 മുതലുള്ള ബില്ലിന്റെ ബാലൻസ് ആണുള്ളത് ഇവിടെ പേയ്മെന്റ് എൻട്രി ചെയ്യണം. അപ്പോൾ അയാൾ നോക്കിയിട്ട് 7,608 ബില്ലാന്ന് പറയും. അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 10-12% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 6,690 കസ്റ്റമർ പേ ചെയ്തത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടത്? തിരക്കുള്ള സമയത്ത് അധികം കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പോർട്ടൽ പോവാൻ, പേയ്മെന്റ് എടുക്കാം, കൃഷ്ണൻ കെയർ ഓഫ് കണ്ണൻ എന്നിട്ട് എടുക്കും. എന്നിട്ട് പുള്ളിയുടെ അറിയാം ഏത് ഡേറ്റ് മുതലുള്ള ബില്ലാണ്. അതായത് 3/7 മുതലുള്ള ബില്ലുകളൊക്കെ ഇടുന്ന സെലക്ട് ചെയ്യാം. ഒരു ബില്ലാണ് എളുപ്പമാണ് കറക്റ്റായിട്ട് ആ എമൗണ്ട് വരും. ഇത് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് കുറച്ച് കോംപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാ ബില്ലും എടുക്കാം. അയാൾക്ക് ഓക്കെ എല്ലാ ബില്ലും എടുക്കാം. ഇവിടെ എല്ലാ ബില്ലും. അപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ ബില്ലും സെലക്ട് ആയി. ഓക്കെ. 7,607 പക്ഷെ നമ്മൾ ഡിസ്കൗണ്ടിനൊക്കെ ശേഷം എത്രയാണ്? 6,690 അല്ലേ. 917 ഡിസ്കൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഈ 917 ഡിഫറൻസ് എന്തായി? അത് ലെഡ്ജറിലല്ല. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് അലേർട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ കണ്ണന്റെ ഈ കുറച്ച് ബില്ലുകൾ അൺപെയ്ഡ് ആയിട്ട് ഉണ്ടാവും. അതായത് ഓവർ ഡ്യൂ ആയിട്ട് ഈ പറഞ്ഞ 4/7 ശേഷമുള്ള 3/7 ശേഷമുള്ള കുറച്ച് ബില്ലുകൾ ഉണ്ടാവും. ഇത്രയും ബില്ലുകൾ ഓവർ ഡ്യൂ ആയിട്ട് കാണുന്നുണ്ട്. ബാക്കിയൊക്കെ പെയ്ഡ് ആയിട്ടുണ്ട്. അതായത് ആ പൈസ കൊടുത്ത പൈസ ഡിസ്കൗണ്ട് കൺസിഡർ ചെയ്യാണ്ട് ഈ എല്ലാ ബില്ലിലേക്കും കൊടുത്തിട്ട് അത് പെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ലെഡ്ജറിലും ബാലൻസ് കാണിക്കും. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടല്ലോ, ഡിസ്കൗണ്ടോടെ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഏറ്റവും അതെങ്ങനെ ബെസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ പേയ്മെന്റ് എൻട്രിയിൽ വരാം, പേയ്മെന്റ് എൻട്രി ലിസ്റ്റിൽ വരാം. എന്നിട്ട് നിങ്ങൾ ആ പേയ്മെന്റ് എടുക്കും. കൊടുത്ത് 6,690 പേയ്മെന്റ് സിമ്പിളായിട്ട് അത് ക്യാൻസൽ ചെയ്തതിനു ശേഷം ഒന്നും വേണ്ട, ജസ്റ്റ് ഇവിടെ ഒരു താഴെ ഒരു ടേബിൾ ഉണ്ടാവും. ടേബിൾ അപ്പോൾ ഈ ടേബിളിൽ ഇപ്പം നമ്മൾ അലോക്കേറ്റ് ചെയ്ത എമൗണ്ടിന്റെ പേയ്മെന്റിന് കണക്കായിട്ടുള്ള അലോക്കേറ്റ് ചെയ്ത ബില്ലുകളുടെ ലിസ്റ്റ് മാത്രമേ. ഇത് അഡീഷണൽ ബില്ല് ഉണ്ട്, ഇനിയും പേ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം ഇതിലേക്ക് എത്തിക്കാം. അതെങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ അമൗണ്ട് കൊടുക്കാം. അമൗണ്ട് കൊടുത്തിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻവോയ്സസ് നമ്മൾ ഏത് ഡേറ്റ് മുതലാണോ ഈ ബില്ല് ഉള്ളത് ആ ഡേറ്റ് മുതൽ ജൂലൈ 3 മുതലുള്ള ബില്ലാണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഈ അഡീഷണൽ ബില്ല് ഇവിടെ വരും. അതായത് ഇപ്പോൾ മനസ്സിലാണ് നമുക്ക് എന്താ 593 ബില്ല് ഗ്രാൻഡ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് അലോക്കേറ്റഡ് 593 ബില്ല് ഔട്ട്സ്റ്റാൻഡിങ് 593. അതിൽ 369 അലോക്കേറ്റ് ചെയ്തത്. ബാക്കിയൊക്കെ അലോക്കേറ്റ് ചെയ്തത് ബാക്കിയുള്ള ഈ 369 ഇവിടെ അലോക്കേറ്റ്. അപ്പോൾ നമ്മൾ 593 അലോക്കേറ്റ് ചെയ്യും. ഇതിൽ പിന്നെ പൈസ ഇല്ലാത്ത ഓൾറെഡി തീർന്നുകൊണ്ട് തന്നെ ഇത് 0 ആയി. 548. ഇത് അലോക്കേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലിപ്പോൾ ഡിഫറൻസ് എമൗണ്ട് 917 കണക്കും. അത് ഇവിടെ റൈറ്റ് ഓഫ് എന്നാണ് എഴുതിയിട്ടുള്ളത്. റൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് അതിൻ്റെ. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. കോസ്റ്റ് സെന്ററിൽ മീൻ റൈറ്റ് ഓഫ് ആഡ് ഒന്നുമില്ല. നിങ്ങൾ ഈ റൈറ്റ് ഓഫ് ചെയ്താൽ 0 ആയി. ഈ കണക്കിൽ 6,690 എന്താ ഈ പെയ്ഡുമായി. എല്ലാ പേയ്മെന്റും എല്ലാ ബില്ലിലേക്കും അത് അലോക്കേറ്റ് ചെയ്യും. ഇത് സേവ് ചെയ്തതിനാണ് ഈ കൃഷ്ണൻ കെയർ ഓഫ് കണ്ണന്റെ എല്ലാ ബില്ലും പെയ്ഡ്. ആ മോഡ് വന്നിട്ട് പേയ്മെന്റ് കൃഷ്ണൻ കെയർ ഓഫ് കണ്ണന്റെ
ഇത് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ ഇല്ല, അതിൻ്റെ എല്ലാം ക്ലോസ് ചെയ്ത് ഡാഷ്ബോർഡിൽ വരാം. സെയിൽസ് ഇൻവോയ്സ് ഓക്കെ, കൂടെ എല്ലാവരുടെയും 3,700 എല്ലാവരും പേ. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്.